നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എപ്പോഴും നമ്മൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ കൂടുതൽ അത് പെട്ടെന്ന് ഫീഡാകുന്നതിനും ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്സിനെ പെട്ടെന്ന് അനുഭവിക്കാനും നമ്മുടെ സബ് കോൺഷ്യസിന് സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് ചിന്തിക്കുമ്പോൾ, നടക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതേ മേഖലയിൽ നിങ്ങൾ മുൻപ് എന്തെങ്കിലും ഒരു വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന വീണ്ടും ആവർത്തിക്കുമോ എന്നൊരു ഭയം തീർച്ചയായും നിങ്ങൾക്കുണ്ടായിരിക്കും. അത് നമ്മുടെ സബ് കോൺഷ്യസിനെ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതലേ നമ്മളെ അങ്ങനെയാണ്, നമ്മുടെ സമൂഹം അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ സബ് കോൺഷ്യസിനെ മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഒന്നാമത് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുക. ഓക്കെ, ആ ഒരു യൂണിവേഴ്സുമായിട്ട്, ആ പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, പ്രാർത്ഥനകൾ നടത്തുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കൂടുതൽ ഇറങ്ങി വരണം. അത് ഒന്നാമത്തെ കാര്യം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഏതൊരു നിമിഷത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്, ആ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ചെറിയ വലിയ സന്തോഷങ്ങൾ, ചെറിയ വലിയ അനുഗ്രഹങ്ങൾ, അതിനോടൊക്കെ ഈശ്വരന് നന്ദി പറയാം. അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനൊക്കെ അംഗീകരിച്ച് ഈശ്വരനോട് നന്ദി പറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമ്മുടെ സബ് കോൺഷ്യസ് അപ്പോൾ പതുക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറില്ല, പതുക്കെ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പിന്നെ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കാരണം നമ്മൾ അതിനെ നോട്ട് ചെയ്തിട്ടാണ് നന്ദി പറയുന്നത്. അപ്പൊ കൂടുതൽ നന്ദി പറയുന്നതിന് വേണ്ടി, ആ ഒരു ആക്ഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷം തന്ന കാര്യങ്ങൾ, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ കൂടുതൽ എപ്പോഴും നമ്മളെ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയായിരിക്കുമ്പോൾ നമ്മുടെ എനർജി അതിനനുസരിച്ച് ഹൈ വൈബ്രേഷൻ ആവുകയും നമ്മൾ ആ ഒരു ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ടോണിൽ, പോസിറ്റീവായിട്ടൊരു ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കാൻ സാധിക്കുകയും കൂടുതൽ പോസിറ്റിവിറ്റിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ് പാറ്റേണിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് കഴിയുള്ളൂ. പിന്നെ കൂടുതൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ, നമുക്കുള്ള സൈക്കിക് ഗിഫ്റ്റ്സ് എന്താണോ അത് കൂടുതൽ ക്ലിയർ ആവുകയും കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പോൾ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് ഉണ്ട്, അതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതാണ് നിങ്ങളുടെ സത്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കേണ്ടത്.